അടുത്ത് ഞാനൊരു സംഭവം കേട്ടു. അതെന്റെ സുഹൃത്തായ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അയാള് കൊണ്ടോട്ടിക്കാരൻ, എന്റെ പരിചയക്കാരൻ, എസ്എസ്എഫിന്റെ പ്രവർത്തകൻ. അയാള് പറഞ്ഞതായ ഒരു സംഭവം, അഥവാ അയാള് മദീനയിൽ നിന്ന് ഒരു സൂര്യക്കാരനായ ഒരു സഹോദരനുമായി പരിചയപ്പെടും. ഈ സഹോദരൻ നാടൊക്കെ അങ്ങോട്ടൊക്കെ ചോദിച്ചപ്പോ മലബാറുകാരനാന്ന് പറഞ്ഞപ്പോ, കേരളക്കാരനാന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, നിങ്ങൾക്ക് ശൈഖ് അബൂബക്കറിനെ പരിചയമുണ്ടോ? സ്വാഭാവികമായി ഞാനും സഖാഫികളും എല്ലാം വലിയമാണ് എല്ലാം AP ഗ്രൂപ്പിന്റെ ആൾക്കാർ മാത്രമല്ല, എല്ലാ കൗമും പുറത്തു പോയാൽ ശൈഖ് അബൂബക്കറിനെ അറിയിച്ചാൽ അറിയുന്നു പറയും. ഞാൻ അവിടുത്തെ മുരീദാണെന്നും പറയും, ഞാൻ അവിടുത്തെ ശിഷ്യനാണെന്ന് പറയും. ഞാനും പറഞ്ഞിട്ട് എല്ലാരും പറയും. അതിപ്പോ അതൊരു വലിയ സ്ഥാനാണത്, പറയാനായി ഏർപ്പെട്ടരാ. അപ്പൊ ആ മനുഷ്യന്റെ ആളാകാന്നുള്ളതൊരു ബഹുമാനാണ്, അതൊരു സ്ഥാനാണ്. ഈ ദുനിയാവെന്ന് മാത്രമല്ല ആഖിറത്തിലും സ്ഥാനം തന്നെയാണ്. ആരെങ്കിലും കൂടിയാ പറ്റൂല. അറബി ഉസ്താദിന് മോറുണ്ടായിക്കാനും പരിചയമില്ലെങ്കിലും പരിചയമുള്ളമാതിരിയല്ല ഉസ്താദിന്റെ സ്വഭാവം. ഒരു പരിചയമില്ലാത്ത മനുഷ്യനും ഈ ഉസ്താദ് ഇന്നമായ എല്ലാരും പറയല്ലോ, ഇന്ന ഉസ്താദ് അജർനസ് മുത്തിയമാതിരിയാണ് ഉസ്താദിന്റെ കയ്യിൽ. അജർനസ് മുത്തിയ ആചാര്യനോട് ചോദിച്ചു നോക്കി, എന്തേനാവും എനിക്ക് 5 മിനിറ്റ് കിട്ടിയിരിക്കണമെന്ന് ഓരോരുത്തർ പറയും. എനിക്ക് 5 മിനിറ്റ്, അള്ളാഹു എനിക്ക് ഭയങ്കര നിയമത്തത്, ഞാൻ 5 മിനിറ്റ് മുത്തി ഉസ്താദ് മുത്തിയൊരു വിടുന്നു. അവര് പറയും അരിയിലേര് ഒരു 5 മിനിറ്റ് മുത്തിയില്ലേ. ഇത്രയൊക്കെ പോരിശയാക്കപ്പെട്ട ഈ കൈ മുത്തല് ഇത്ര വലിയ ആദരവായിട്ട് പറയുന്ന ശൈഖുനെയും കുട്ടികളും ഒക്കെ എന്തേ അറബികളെ കണ്ടപ്പോ കൈ വലിച്ച്? മനസ്സിലാക്കണങ്ങൾ. ഒരു പാവപ്പെട്ട ഒരു സഖാഫി ഏതാണാവേ, നീ അത് വലിയൊരു പ്രശ്നമാക്കണ്ട. അടുത്തിൽ അയാൾ സഖാഫിയാന്ന് തെളിയിക്കാൻ പറ്റുമോന്നൊന്നും എന്നോട് ചോദിക്കണ്ട. ഒരു മോലിയരുട്ടി അല്ലെങ്കിൽ ഒരു മോലിയര്, ആ മോലിയര് ശൈഖുനെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങുമ്പോ കൈ പിടിച്ച് മുത്താൻ വേണ്ടി ആദരവോടെ ചെന്നതാ. അപ്പൊ നമ്മളെ ശൈഖുനെ എന്താ ചെയ്യുന്നറിയോ? ദേഷ്യം പിടിച്ച് കയ്യൊരു വലി. ഈ പാവം സാധു അണ്ടി പോയ അണ്ണാന്റെ മാതിരി ഇങ്ങനെ നിൽക്കുക. അയാളെ കയ്യുമ്പോ തന്നെ മുത്തി അവസാനം ശൈഖുനിന്റെ കൈ പോയി, വലിച്ചു. അപ്പൊ എന്താ സംഭവം എന്നറിയോ? സംഭവം എന്താ? നേരെ ബാക്കിൽ വട്ടുള്ള അറബിയുണ്ട്, തലയിൽ വെട്ട് വെച്ചിട്ടുള്ള അറബിയുണ്ട്. അയാളൊരു നോട്ടം, എന്നിട്ട് അയാളെയും കൂട്ടിയിട്ട് സ്റ്റേജിൽ പോവാ. എന്നിട്ട് പിന്നെന്താ പണി തരും? അതേ അവസരത്തിൽ ഇയാൾ മറ്റുള്ളവർക്ക് എന്താ പണി? മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇയാൾ പിരിക്കണ നേരത്തിന് ഇരുന്നു കൊടുക്കല, കൈ എങ്ങനെ വെച്ചു കൊടുക്കല. അപ്പൊ അങ്ങനെ മുത്തുന്നു അങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്ന ആള് ഇങ്ങോട്ടൊരു പാവം മോലിയൊരു മുത്താൻ വേണ്ടിയിട്ട് ഈ ഷറഫാക്കപ്പെട്ടുപോയ ഈ ഷറഫില്ലാത്ത കയ്യിനെ പിടിക്കാൻ വന്നപ്പോ ഇയാൾ അങ്ങ് കുറഞ്ഞു പോയില്ലേ? ഇതാരെ പറ്റിക്കാനാ പേരോടെ? മറുപടി പറയണം. ഞങ്ങൾ തെളിവ് സഹിതാ പറയണത്. കണ്ടോ സ്ക്രീനിൽ നിങ്ങളെ ശൈഖുന കൈ വലിക്കുന്നത്? എത്ര പുണ്യമുള്ള കാര്യം കൈ വലിച്ചത് അറബിനെ കണ്ടപ്പോ. കണ്ടോളൂ സുഹൃത്തുക്കളെ. ശ്രദ്ധിച്ചോളൂ, ശരിക്കും ശ്രദ്ധിച്ചോ. കൈയടിക്കേ, ശരിക്കൊന്നും ചെയ്യണ്ട, ശരിക്കും ശ്രദ്ധിച്ചോ. കേട്ടോ, ആ പാവ അണ്ടി പോയ അണ്ണാന്റെ വരി നിൽക്കണ്. അയാളിങ്ങനെ വളരെ കാത്തു നിൽക്കുക. അപ്പൊ വരും ശൈഖുന വന്നപ്പോ പിടിച്ചപ്പോ കണ്ട. ഈ കാപട്യമാണ് തിരിച്ചറിയേണ്ടത്. ഇതാ കാപട്യം, ഇതാണ് പേരോടെ ഇരുമുഖനയം. എത്ര ഷറഫാക്കപ്പെട്ട കയ്യങ്ങൾ ഇരുന്നു കൊടുക്കണില്ലേ മുത്താൻ? ഇരുന്നു കൊടുക്കണം. നിങ്ങൾക്ക് ഒരു പാവം സാധു വന്നത് മുത്താൻ വേണ്ടി കൈ നീട്ടിയപ്പോ എന്തേ വലിച്ചത്? ബാക്കിൽ പൈസ ഉള്ള അറബിണ്ട് അല്ലേ? ഇതാ നിങ്ങളെ ആദർശം. ഈ പരിപാടിയാണ് ഇരുമുഖനയം. ഇത് ഞങ്ങൾ ചെയ്യാറില്ല. വേറെ ഒരു സഖാഫി പ്രസംഗിക്കുന്നത്, ഒരു വഹാബ് സഖാഫി, അയാൾ പറയുകയാണ് ഒരു കാര്യം. സാമ്രാജ്യത്തിന്റെ സംസ്കൃതിയിൽ രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. ഇതാണ് ജോർജ് W. ബുഷിന്റെ സംസ്കാരം. സാമ്രാജ്യത്തിന്റെ സംസ്കൃതിയിൽ രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. ഇതാണ് ജോർജ് W. ബുഷിന്റെ സംസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ
ഒരു കൈയിൽ വളർത്തുപട്ടിയും വേണം, വേറൊരു കൈയിൽ സ്ത്രീയും വേണം. അത്ര മോശക്കാരനാണ് ജോർജ് ബുഷ് എന്നാണ് ഒരു സക്കാഫിയുടെ വർത്താനം. എന്നാ വേറൊരു സക്കാഫി പറയുന്നതും ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നു എന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. മൗലവി ഇങ്ങനെ കാന്തപുരം വളരെ മോശാന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ട് കാണിക്കുക CD. എന്താ CD കാണിച്ചത്? കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി. ആ ചങ്ങാതി പറയണത് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിനൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ, പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അള്ള പറയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ മഹത്വം. കേട്ടില്ലേ മഹത്വം? എന്താ പറയുമ്പോ കൂട്ടിപ്പറയാൻ പറ്റിയ ഒരാൾ ബുഷേ ഉള്ളൂ. ആരുടെ കൂടെ? കാന്തപുരത്തിന്റെ ഏത് ബുഷ്? ഒരു കൈയിൽ വളർത്തുപട്ടിയും മറുകൈയിൽ സ്ത്രീയായിട്ട് ഇറങ്ങുന്ന ബുഷ്. കേരള ശബ്ദത്തിലും ക്രൈമിലും ഒക്കെ വരുന്ന വാർത്ത ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോ ഏതെങ്കിലും ഒരു അനുയായി ഉസ്താദിനെ പറ്റി സംശയം തോന്നിയതിന് മുജാഹിദുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവോ?